പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നവംബർ മാസത്തിൻ്റെ 3-ാം ദിവസം നമ്മൾ പിന്നിട്ട് 4-ാം ദിവസത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ, അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് എന്ത് ഗുണമാണ് നമുക്കുള്ളത് എന്ന് നമ്മൾ ഈ ദിവസം ചിന്തിക്കുകയാണ്. നമ്മൾ തിരിച്ചറിഞ്ഞു, ആത്മീയത എന്ന് പറയുന്നത് ഒരു ബന്ധമാണ്, ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം. ഈ ബന്ധം ഒരു പരിധിവരെ നമ്മുടെ സഹോദരങ്ങളുമായിട്ടുള്ള അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുമൊക്കെ ആയിട്ടുള്ള ബന്ധവുമായിട്ടും ഇത് ചേർന്നിരിക്കുന്നതാണ്. പാപത്തിലൂടെ ഒരു വ്യക്തിക്ക്, ഒരു ആത്മാവിന് സംഭവിക്കുന്നത്, ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിൽ നിന്നും, ദൈവസ്നേഹത്തിൽ നിന്നും ആ ആത്മാവ് വിട്ടുപോകുന്നു, അകന്നു പോകുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പാപത്തിലൂടെ പിശാചിന് ആ വ്യക്തിയുടെ മേല് ഒരു അവകാശം, ഒരു ആധിപത്യം വന്നു ചേരുന്നു. പിശാച് ഒരിക്കലും ആരെയും രക്ഷിച്ചതായിട്ട് നമ്മൾ എങ്ങും വായിച്ചു കേട്ടിട്ടില്ല. വചനം പറയുന്നത് തന്നെ, യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 10-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ നമ്മോട് പറയുന്നു, മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും വേണ്ടിയിട്ടാണ് കള്ളൻ വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ തിരിച്ചറിയുക, ഒരു വ്യക്തിയുടെ ജീവിതത്തില് പാപത്തിലൂടെ അയാൾ ദൈവസ്നേഹത്തിൽ നിന്ന് അകന്ന്, കൃപയിൽ നിന്ന് അകന്ന്, അങ്ങനെ പിശാചിന്റെ ആധിപത്യത്തിലേക്ക് കടന്നു പോകുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ മാത്രമല്ല, ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവരുടെ ജീവിതത്തിലും ഈ തിന്മയുടെ ഒരു ആധിപത്യം, ഒരു അവകാശം നിലനിൽക്കുന്നുണ്ട്. നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാര്യമാണ് കുടുംബ വൃക്ഷം എന്ന് പറയുന്ന ഒരു കാര്യം. അതായത് നമ്മൾ മനസ്സിലാക്കുന്നു, ഒരു വൃക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ആ വൃക്ഷത്തിന് അതിൻ്റെ വേരുകളുണ്ട്, അതിന് തടിയുണ്ട്, ശാഖകളുണ്ട്, ഇലകളുണ്ട്, അതുപോലെ അതിൽ ഫലം ചൂടി നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലങ്ങളുണ്ട്. നമ്മൾ തിരിച്ചറിയുക, ഈ വൃക്ഷത്തിന്റെ വേരിന് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ക്രമേണ ആ വൃക്ഷത്തിന്റെ ഇലകളൊക്കെ വാടാൻ തുടങ്ങും, ആ വൃക്ഷത്തിന്റെ കായ്കളൊക്കെ കൊഴിഞ്ഞു പോകും. അങ്ങനെ ക്രമേണ ആ വൃക്ഷം തന്നെ ഇല്ലാതായിട്ട് മാറും. നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് ഒരു വൃക്ഷമാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ജീവിതവുമായിട്ടൊക്കെ നമ്മൾ ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുമ്പോൾ, ഈ കുടുംബത്തില് ഉദാഹരണമായിട്ടൊരു കാരണവര് അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ ഒരു അംഗം ദൈവത്തിൽ നിന്ന് അകന്ന് പാപത്തിലൂടെ പിശാചിന്റെ ആധിപത്യത്തിലേക്ക് പോകുമ്പോൾ, പ്രത്യേകിച്ചും മാരക പാപത്തിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്ക് പറയാൻ മനസ്സിലാക്കാൻ പറ്റും. ഒരു വ്യക്തി അയാളുടെ വീടിന് മുന്നിലുള്ള ആ വാതില്, പടിവാതിൽ തുറന്ന് ഇടുന്നു. ആർക്ക് വേണ്ടിയിട്ടാ? പിശാചിന് വേണ്ടി. വീണ്ടും ഈ പാപത്തില് അനുദപിക്കാതെ പാപത്തിൽ തുടരുമ്പോൾ സംഭവിക്കുന്നത്, പിശാചിന് ഇയാളുടെ ഭവനത്തിലേക്ക് കടന്നു വരാനായിട്ട് വഴിവെട്ടി കൊടുക്കുകയാണ്. അങ്ങനെ വീണ്ടും ഈ പാപത്തില് അനുദപിക്കാതെ ജീവിച്ച് മരിക്കുന്ന വ്യക്തി, ആ വ്യക്തി ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, പിശാചിന് എന്നേക്കുമായിട്ട് ഇയാളുടെ ഭവനത്തിൽ, വീടിനകത്ത് ആധിപത്യം, അവകാശം കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇതിലൂടെ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ തിരിച്ചറിയണം. ഇന്ന് ഒരു വലിയ പരിധിവരെ നമ്മൾ മനസ്സിലാക്കാത്തൊരു മേഖലയാണ് വ്യക്തികളുടെ ജീവിതത്തിൽ പലപ്പോഴും പലതരത്തിലുള്ള അസ്വസ്ഥതകൾ. അത് ചിലതരം രോഗങ്ങളായിട്ട്, പ്രത്യേകിച്ചും പാരമ്പര്യ രോഗങ്ങൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, രോഗങ്ങളായിട്ട്. പിന്നെ മക്കളുടെ ജീവിതത്തിൽ തലതിരിഞ്ഞ ജീവിതം, എന്തൊരു കുത്തഴിഞ്ഞ ജീവിതം, അതല്ലെങ്കിൽ കുടുംബത്തില് അസ്വസ്ഥതകള്, ദാമ്പത്യ ജീവിതത്തിലെ അസ്വസ്ഥതകള്, ബിസിനസ്സിലെ പരാജയങ്ങള്, അല്ലെങ്കിൽ സാമ്പത്തിക മേഖല തകരുന്ന ഒരുപാട് അസ്വസ്ഥതകൾ. ഇതൊക്കെ നമ്മൾ വചനത്തിന്റെ വെളിച്ചത്തില് കൂട്ടി വായിച്ചു നോക്കുമ്പോൾ ഒരു വലിയ പരിധി വരെ, എല്ലാമെന്ന് ഞാൻ പറയണില്ല, വലിയ പരിധി വരെ പിശാചിന് കുടുംബത്തിന്റെ മേൽ അവകാശം കൊടുത്തതിന്റെ പേരിൽ ആ പിശാച് ഈ വ്യക്തികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ആധിപത്യം സ്ഥാപിക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. കത്തോലിക്കാ സഭയുടെ, തിരുസഭയുടെ മതബോധന ഗ്രന്ഥം അതിന്റെ 1263 നമ്മൾ വായിക്കുന്നുണ്ട്, മാമുദീസ സ്വീകരിച്ചവരില് ഉത്ഭവ പാപത്തിന്റെയോ കർമ്മപാപത്തിന്റെയോ മറ്റു പാപങ്ങളുടെയോ യാതൊരു വിധത്തിലുള്ള അസ്വസ്ഥതകളും ആധിപത്യങ്ങളും നിലനിൽക്കുന്നില്ല.
മാമുദീസായിലൂടെ ഒരു വ്യക്തിയുടെ ആത്മാവ് പൂർണ്ണമായും സ്വർഗത്തിലേക്ക് കടക്കാൻ യോഗ്യമായിട്ടിരിക്കുന്ന അവസ്ഥയുണ്ട്. എന്നാൽ തുടർന്ന് നമ്മൾ വായിക്കുന്നുണ്ട്, 1264 ഖണ്ഡികയിൽ ഇങ്ങനെ വായിക്കുന്നു, എന്നാലും മാമുദീസ സ്വീകരിച്ചവരിലും പാപത്തിന്റെ പരിണത ഫലങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പാപത്തിന്റെ പരിണത ഫലം അതെന്തൊക്കെയാന്ന് പറയുന്നുണ്ട്. ഈ പാപത്തിന്റെ പരിണത ഫലങ്ങൾ എന്ന് പറയുന്നത് അത് സഹനമായിട്ടും രോഗമായിട്ടും മരണമായിട്ടും അതുപോലെ തന്നെ സ്വതസിദ്ധമായ വൈകല്യങ്ങളായിട്ടും കാണുന്നു, നിലനിൽക്കുന്നു. അപ്പൊ അതിനെ ചിലർ പറയുക പാപത്തിനെ പാരമ്പര്യം എന്നാ പറയുക. പാപാസക്തി, പാരമ്പര്യമായിട്ട് എനിക്ക് ചിലത് കിട്ടിയേക്കാണ്, പാരമ്പര്യമായിട്ട് എൻ്റെ മാതാപിതാക്കൾ തലമുറയിൽ നിന്ന് ചിലതൊക്കെ കിട്ടിയേക്കാണ്, നമ്മൾ വലിയ സമ്പാദ്യം പോലെ കൊണ്ടുകിടക്കുകയാണ്. അപ്പോൾ ഈ പാരമ്പര്യം എന്ന് പറയുന്ന പല കാര്യങ്ങളും ഈ തിന്മയിലൂടെ നമ്മളിലേക്ക് കടന്നു വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു പരിധിവരെ അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിനെ ഇത് ബാധിച്ചിട്ടില്ല എങ്കിലും നമ്മുടെ ഭൗതിക ജീവിതത്തെ, ചുറ്റുപാടുകളെ, നമ്മുടെ ജോലിയെ, നമ്മുടെ സാമ്പത്തിക മേഖലകളെ, കുടുംബ ബന്ധങ്ങളെ വലിയ പരിധിവരെ ഈ തിന്മ വലിയ ശക്തമായിട്ട് സ്വാധീനം ചെലുത്തുന്നുണ്ട്. പിശാച് ഭിന്നിപ്പിക്കുന്നതാണ് എങ്കിൽ കുടുംബങ്ങളില് അല്ലെങ്കിൽ തലമുറയില് ഈ പാപത്തിന്റെ പരിണത ഫലങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന് തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ശുദ്ധീകരണാത്മാക്കളെ ഓർക്കുന്ന ഈ ദിനങ്ങളിൽ സഭ നമ്മെ പഠിപ്പിക്കുന്നു, അതിനാൽ യേശുക്രിസ്തുവിന്റെ കൃപാവരത്തിൽ ആശ്രയിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ കുരിശു മരണത്തിലൂടെ കൈവന്ന ആ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ഇതിനെ ചെറുത്തു നിൽക്കണം, ഇതിനെ ജയിക്കണം എന്നാണ് സഭ നമ്മെ പഠിപ്പിക്കുന്നത്. കർത്താവിന്റെ കുരിശു മരണം, ബലി, വിശുദ്ധ ബലിയുടെ പ്രസക്തി ഇവിടെയാണ് കടന്നു. അവിടുത്തെ പാപ പരിഹാര ബലിയിലൂടെയാണ് പ്രിയമുള്ളവരെ നമുക്ക് ഈ ഒരു കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അതായത് ഈശോ തന്റെ കുരിശു മരണത്തിലൂടെ അവിടുന്ന് പിശാചിന്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചു, അവിടുന്ന് സാത്താനെ പരാജയപ്പെടുത്തി, നമ്മുടെ കടങ്ങളെല്ലാം അവിടുന്ന് ഏറ്റെടുത്തു, അവിടുന്ന് മരണത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ചു. അതിനാൽ പ്രിയമുള്ളവരെ, നമ്മളിൽ നിന്നും മരണം മൂലം വേർപിരിഞ്ഞു പോയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ടവര് അവരുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിലുള്ള മാനസാന്തരമോ പാപബോധമോ ഒക്കെ ഉണ്ടായിട്ടില്ല എങ്കിൽ, അവരെ മുഖേന കുടുംബത്തിലേക്ക് തിന്മയുടെ ആധിപത്യങ്ങൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഈശോയുടെ പാപപരിഹാര ബലിയിൽ അർപ്പിച്ച് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടി തെറ്റുകളെ ഏറ്റുപറഞ്ഞ് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ കരുണ, അവിടുത്തെ കൃപ ഈ ആത്മാക്കൾക്ക് വിടുതൽ കൊടുക്കുന്നു. ശുദ്ധീകരണാവസ്ഥയിലായിരിക്കുന്ന ആത്മാക്കൾ, അവർക്ക് വേണ്ടി നമ്മൾ കാരുണ്യ പ്രവൃത്തികളിലൂടെ, ബലിയർപ്പിക്കുന്നതിലൂടെ, അതുപോലെ ത്യാഗങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെ ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവസ്നേഹത്തിൽ നിന്നും അവിടുത്തെ പ്രകാശത്തിൽ നിന്നും അകന്നിരിക്കുന്ന ആത്മാക്കൾ ഒക്കെ വിടുതൽ ലഭിക്കുന്നു. അതോടൊപ്പം ഭൂമിയിലായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ, ജീവിത മേഖലകളില് ഈ ഒരു ആധിപത്യം പൂർണ്ണമായിട്ടും ഇല്ലാതാകും. പ്രിയമുള്ളവരെ, വളരെ ശക്തമായ, വളരെ ആഴമുള്ള ഒരു തിരിച്ചറിവാണിത്. ഒരുപാട് വൈദികരുടെയൊക്കെ ജീവിതങ്ങളിൽ അവർ പ്രാർത്ഥിച്ചതിലൂടെ, അതുപോലെ തന്നെ സഭയുടെ പഠനങ്ങൾ മനസ്സിലാക്കിയതിലൂടെ, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചറിഞ്ഞ കുറെ യാഥാർത്ഥ്യങ്ങളാണ്. തീർച്ചയായിട്ടും മാമുദീസ സ്വീകരിച്ച ഒരു വ്യക്തിയുടെ ആത്മാവ് പൂർണ്ണമായും സ്വർഗത്തിന് സ്വീകാര്യനാണ്, ഈ സ്വർഗം സ്വന്തമാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും ആ വ്യക്തിയുടെ ചുറ്റുപാടുകളെ ഈ തിന്മയുടെ ആധിപത്യം തീർച്ചയായിട്ടും അത് സ്വാധീനിക്കുന്നുണ്ട്, വളർച്ചയെ ബാധിക്കുന്നുണ്ട്. പലപ്പോഴും നമുക്കറിയാം, ഒരു കുടുംബത്തില് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന യുവാവ് ഒരു സുപ്രഭാതത്തില് മദ്യപാനത്തിന് അടിമയാകുന്നു. അതല്ലെങ്കിൽ നല്ല രീതിയിൽ പോയിരുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വ്യക്തി ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് തന്നെ തെറ്റായ ബന്ധത്തിലേക്ക് പോകുന്നു, മദ്യപാനത്തിന് അടിമയാകുന്നു. ഇങ്ങനെ ഓരോരോ കാര്യങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ തിരിച്ചറിയണം, ഇത് കാരണമായിരിക്കുന്നത് ഈ ഒരു തിന്മയിലേക്ക് വ്യക്തികളെ നയിക്കുന്ന ആ ചില ആധിപത്യങ്ങൾ. അത് ദൈവത്തിൽ നിന്ന് വരുന്നതല്ല. നമ്മൾ പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും എന്നൊക്കെ പറയുമ്പോഴും അതിനെ നമ്മൾ നേരിടണമെങ്കിൽ കർത്താവിന്റെ കുരിശിലെ ബലിയുടെ യോഗ്യതയിൽ ആശ്രയിച്ചുകൊണ്ട് വേണമെന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാകണം. പ്രിയമുള്ളവരെ, ഈ ശുദ്ധീകരണാത്മാക്കളെ ഓർക്കുന്ന ഈ മാസം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും പലപ്പോഴും ഒക്കെ വചനം വായിക്കുമ്പോൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളില്, തലമുറകളില് ദൈവത്തെ മറന്ന് പാപജീവിതത്തിന് ജീവിച്ചിട്ടുള്ളവര്
പിശാചിന് ഇടം കൊടുത്തിട്ടുള്ള പലരുടെയും ജീവിതങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്, ഹൃദയത്തിലുണ്ട്, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ വ്യക്തികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകമായ ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ഒരു വിടുതൽ കിട്ടാൻ അതിടയാകും. അവരിലൂടെ കടന്നു വന്നിട്ടുള്ള തിന്മയുടെ പിശാചിന്റെ ആധിപത്യങ്ങളും അവകാശങ്ങളും അതോടുകൂടെ ഇല്ലാതാകും. കർത്താവ് തന്റെ കുരിശു മരണത്തിലൂടെ നമുക്ക് നേടിത്തുന്ന രക്ഷ, പിശാചിന്റെ മേലുള്ള ആധിപത്യം, മരണത്തിന്റെ മേലുള്ള അവിടുത്തെ ആധിപത്യം, അതുപോലെ തന്നെ നമ്മുടെ കടങ്ങളും പാപങ്ങളും എല്ലാം അവിടുന്ന് ഏറ്റെടുത്ത് അവിടുന്ന് സാത്താനെ പരാജയപ്പെടുത്തി നമ്മളെ ദൈവമക്കളാക്കി മാറ്റി. ഈ രക്ഷ സ്വന്തമാക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അതുകൊണ്ട് തിരിച്ചറിയുക, നമ്മൾ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലും കുടുംബങ്ങളിലും ജീവിത മേഖലകളിലും ചുറ്റുപാടുകളിലും ഒക്കെ വലിയൊരു വിടുതൽ കൊണ്ടുവരുന്നുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാം. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ, ഒരു പരിഹാരത്തിന്റെ അല്ലെങ്കിൽ കാരുണ്യ പ്രവർത്തികളുടെ ബലിയർപ്പിക്കുന്നതിലൂടെ ഈ ആത്മാക്കൾക്ക് വിടുതൽ വാങ്ങിക്കൊടുക്കുവാൻ നമുക്ക് തമ്പുരാനോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമുക്കൊന്ന് ചേർന്ന് വിശുദ്ധ ജത്രൂദ് പഠിപ്പിച്ച പ്രാർത്ഥന, ഈശോ നൽകിയ പ്രാർത്ഥന നമുക്കിപ്പോൾ ചെല്ലാം. നിത്യപിതാവേ, അങ്ങയുടെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുരക്തം ശുദ്ധീകരണ സ്ഥലത്തിലെ സകല ആത്മാക്കളുടെ മേലും ലോകം മുഴുവനുമുള്ള തിരുസഭയിലുള്ള ഞങ്ങളുടെ കുടുംബത്തിലും തലമുറയിലുമുള്ള എല്ലാ ആത്മാക്കൾക്കും മോചനം നൽകുവാൻ ഇടയാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.